ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വറുത്തരച്ച കോഴിക്കറിയാണ്. റമദാനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് പത്തിരിക്കും പൊറോട്ട, നെയ്ച്ചോറ്, ഇടിയപ്പം, നീർദോശ ഇതിലേക്കെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആകുന്ന ഒരു വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നമ്മുടെ റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പച്ചമല്ലി, 1 ടീസ്പൂൺ അളവിലുള്ള കുരുമുളകും 1 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകവും കൂടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കിനി ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ടയുടെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം കൂടി നമ്മൾ ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്പൈസസ് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാനിൽ നിന്നും ഈ സ്പൈസസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. വീണ്ടും നമുക്ക് പാന് ചൂടാക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വറുത്തരച്ച കോഴിക്കറിക്ക് തനി നാടൻ രുചി കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ 2 മിനിറ്റ് മാത്രമേ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കണം. 1 കിലോ വരുന്ന ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടിക്കൊടുക്കേണ്ടി വരും. അല്ല, കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ കുറച്ചു കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ സ്പൈസസ് എല്ലാം കൂടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് പാന് ചൂടാക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പത്തിരിക്കും പൊറോട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ പലതരം ചിക്കൻ കറികൾ തയ്യാറാക്കാറുണ്ട്. എന്തായാലും ഈ ഒരു ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം വലുപ്പത്തിലുള്ള 2 ടൊമാറ്റോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 പൊട്ടാറ്റോ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സി കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി അത്യാവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി നമ്മൾ കുക്കാക്കാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു, 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇപ്പോൾ വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള റമദാൻ സ്പെഷ്യൽ പത്തിരിയിലേക്കും പൊറോട്ടയിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെയുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.